അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോടെ കേരളത്തിലും തമിഴ്നാട്ടിലും താമര വിരിയിച്ച ദക്ഷിണേന്ത്യയിൽ തരംഗം സൃഷ്ടിക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു ബി. എന്നാൽ ബി.ജെ.പിയുടെ ആ മോഹങ്ങൾക്ക് കേരളത്തിൽ വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. കേരളത്തിൽ ഒരു പരിധിവരെ ബി.ജെ.പിയുടെ നീക്കങ്ങൾ വിജയകരമാവുന്നില്ലെന്ന വിലയിരുത്തലിലാണ് കേന്ദ്ര നേതൃത്വം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും കാര്യമായ ചലനങ്ങൾ പാർട്ടിക്കുണ്ടാവില്ലെന്ന വിലയിരുത്തലിലേക്ക് എത്തിയിരിക്കുകയാണ് കേന്ദ്ര കമ്മിറ്റി. അതിനാൽ തന്നെ കേരളത്തിന് പകരം മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് കൂടുതൽ പ്രാമുഖ്യം നൽകാനാണ് കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനം. നേരത്തെ കേരളത്തിലേക്കുള്ള ക്ഷണം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിരസിച്ചതും ഇതിന്റെ ഭാഗമായാണെന്നാണ് കണക്കുകൂട്ടുന്നത്. നേരത്തെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്ത്രീ പ്രവേശന വിവാദങ്ങളിലൂടെ കേരളത്തിൽ വൻ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നായിരുന്നു ബി.ജെ.പിയുടെ കണക്കുകൂട്ടൽ. എന്നാൽ കനത്ത തിരിച്ചടിയിലായിരുന്നു പാർട്ടി നേരിട്ടത്. തിരുവനന്തപുരം ഒഴിച്ചുള്ള മറ്റിടങ്ങളിലെല്ലാം ബി.ജെ.പി 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടതും കേന്ദ്ര നേതൃത്വത്തിന്റെ പദ്ധതിക്ക് തിരിച്ചടിയായി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് 80,000 വാർഡുകളിൽ വിജയം നേടാൻ കഴിയുമെന്നാണ് ബി.ജെ.പി സംസ്ഥാന നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. എന്നാൽ നിലവിലത്തെ സംസ്ഥാന ഘടകത്തിന് ഈ ലക്ഷ്യം നേടാൻ സാധിക്കുമെന്ന പ്രതീക്ഷ കേന്ദ്ര നേതൃത്വത്തിന് ഇല്ലെന്നാണ് റിപ്പോർട്ട്. സംസ്ഥാന നേതൃത്വത്തിലെ ഉൾപ്പോര് പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായി എന്ന് നേതൃത്വം വിലയിരുത്തുന്നു. പാർട്ടിയിലെ ഭിന്നതയും രൂക്ഷമായത് കേന്ദ്ര നേതൃത്വത്തിനിടയിൽ കടുത്ത അതൃപ്തിക്ക് വഴിവെച്ചിട്ടുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ ശോഭാ സുരേന്ദ്രനും മറ്റു മുതിർന്ന നേതാക്കളും രംഗത്തെത്തിയത് ബി.ജെ.പിക്ക് കടുത്ത തലവേദനയാണ് സൃഷ്ടിച്ചത്. പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണമെന്ന് കേന്ദ്ര നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടും ഇതുവരെ ബി.ജെ.പിയിലെ ഭിന്നതകൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കേരളത്തിൽ എത്തിക്കണമെന്നായിരുന്നു സംസ്ഥാന ബി.ജെ.പി കമ്മിറ്റിയുടെ കണക്കുകൂട്ടൽ. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എത്തിയ ഷായെ കേരളത്തിലേക്ക് നേതാക്കൾ ക്ഷണിച്ചെങ്കിലും അമിത്ഷാ നേതാക്കളുടെ ആവശ്യം നിരസിക്കുകയായിരുന്നു. സംസ്ഥാന ഘടകത്തിൻ്റെത് പൊള്ളയായ അവകാശവാദം മാത്രമാണെന്ന് ബി.ജെ.പി നേതൃത്വം കരുതുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും ഇതേ അവകാശവാദങ്ങളാണ് കേരള ഘടകം ഉയർത്തിയിരുന്നത്. എന്നാൽ തിരിച്ചടിയായിരുന്നു ഫലം. ഇക്കാരണം കൊണ്ടുകൂടിയാണ് കേന്ദ്ര നേതൃത്വം സംസ്ഥാന ഘടകത്തിന്റെ അവകാശവാദം മുഖവിലേക്കെടുക്കാത്തത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Momma's dishwash liquid, soft on hands.